കുറച്ച് നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതാണ്. എന്റെ സ്റ്റോപ്പ് ചെയ്തതാണോ, മോണിയൊക്കെ ആയി സെറ്റായതാണോ, അതോ വേണ്ടാന്ന് വെച്ചോ, എന്താണ്? കുറെ ആളുകൾ പിന്മാറുന്നുണ്ട്. എന്താണ് സംഭവം? കുറെ ആളുകൾ മോണി ആയിട്ടാണ്, കുറെ ആളുകൾ മോണി മതി എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്, കുറെ ആളുകൾ ചാനല് കട്ടായി പോയവരുണ്ട്. പഴയതുപോലെയല്ല, കുറെ പ്രശ്നങ്ങളിലൂടെ എന്താ പറയാ, ചാനലിന്റെ ഇതെല്ലാം കട്ടായി പോയവരൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ആളുകളെ കാണാതെ ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതൊരു മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കും ടൈം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ഉള്ളത് കൊണ്ട് ഈ യാത്രകൾ ഇങ്ങനെ ഓണാക്കി വെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ. അതിന്റെ ഇടയിൽ നമുക്ക് ഗായത്രിക്കുട്ടിനെ കിട്ടിയത് വലിയൊരു എന്താ പറയാ, ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മളോടൊപ്പം എനിക്ക് മെസ്സേജ് വായിക്കലുകൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ ഗായത്രിക്കുട്ടി ഉള്ളത് കൊണ്ട് മെസ്സേജ് ഒക്കെ ഇങ്ങനെ വായിച്ചിങ്ങനെ മുന്നോട്ട് പോവാണ്. ഗായത്രിക്കുട്ടി മെസ്സേജ് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചോളൂ. മുകളിലൊക്കെ ആരുണ്ട്, താഴെ വലിച്ചിടാൻ നോക്ക്. വരുന്നവരോടൊക്കെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു, കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഗായത്രി പോയോ? കേൾക്കുന്നില്ലേ? കാണുന്നില്ലേ? ഹലോ. കേൾക്കുന്നില്ലേ? കേൾക്കാം. എന്ന് പറയുന്ന സ്നേഹം തരുന്നുണ്ട്. അനുസരിച്ച് ഗായത്രി ഗായത്രി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. അനുസരിച്ച് ഞാൻ ഇപ്പോൾ ലൈവ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അനുസരിച്ച് ഡ്യൂട്ടി കുറച്ച് റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി? ഡ്യൂട്ടിക്ക് എന്ത് പറ്റിയ? പോവല്ലേ. വിശേഷങ്ങള് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുമുട്ടുന്നതാണ്. വിശേഷങ്ങൾ പറഞ്ഞിട്ട് പോവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം കണ്ടതല്ലേ, വരാട്ടോ എന്ന് പറഞ്ഞു പോയി തോന്നുന്നു അല്ലേ? അല്ല, ഒരാള് മുകളിലുണ്ട്. ആരായിരിക്കും? അറിയുന്നവരെന്നോ അറിയാത്തവരെന്നോ ഒളിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു പാട്ട് പാട്. ഈ ഒരു വിഷലിന് പറ്റിയ ഒരു സോങ് പാടാം. ഓക്കെ. ടൈം എല്ലാം മാറി. നൈറ്റ് ആണ് ഇപ്പൊ ഡ്യൂട്ടി. ഹൃദയം അടിവിരലാൽ തൊടു സദാ പ്രണയം മഷീഴുതും ശിലയായി നിന്നെ നോക്കി യുഗമേറെ ചിമ്മിടാതെ ജീവനേ അകമേ ദിനമേ അകലേ മാങ്ങിടാതെ ഇന്നോമലേ നീണ്ടോ? ഹൃദയം മണിവീരലാൽ